Madhuram Payasarani, powered by Muthoot Finance and Ramraj Dhotis Shirts and Vest, in association with Swayamvara Silks, Indira Dairy and Handex. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. കൈരളി ചാനൽ ഒരു പായസറാണി മത്സരവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. വളരെ വ്യത്യസ്തവും വളരെ രസകരവുമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് പായസറാണി എന്ന് പറയുമ്പോൾ. കാരണം ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ? സദ്യയും പിന്നെന്താ, സദ്യയിൽ ഏറ്റവും പ്രധാനം പായസം തന്നെയാണ്. അതോടൊപ്പം ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് ജാതി മത ഭേദമന്യേ നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഏത് സ്ഥലത്താണെങ്കിലും, അത് ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊരു കൂട്ടായ്മയാണ്. ഇതൊരു മത്സരത്തിനപ്പുറത്തേക്ക് ഒരു സൗഹൃദം, അതുപോലെ സാഹോദര്യം, അത് സന്തോഷം പങ്കിടൽ, അതെല്ലാം തന്നെയാണ് ഓണം എന്ന് പറഞ്ഞാൽ. അത് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്വാഭാവികമായി വരും. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രശസ്ത സിനിമാ നടൻ ശ്രീ കൃഷ്ണ. ഹലോ ഹലോ. ലോങ് ടൈം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാണുന്നു പായസറാണിയുമായിട്ട്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ സെറ്റ്? ഇന്നത്തെ സെറ്റ് ഗംഭീരമായിരിക്കും. ഗംഭീരം. അതുപോലെ തന്നെയാണ് കണ്ടസ്റ്റൻസ്. 36 കണ്ടസ്റ്റൻസ് ഉണ്ട്. 36 പേരുണ്ട്. പക്ഷേ ഇപ്പം എന്താ അറിയോ, എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാണ് കോമ്പറ്റീഷൻസ്, കുക്കിംഗ്. എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പായസമൊക്കെ ആയിരിക്കും നമ്മൾ കാണാം. കോമ്പറ്റീഷൻ ഭയങ്കര ടഫ് ആയിരിക്കും. നമ്മൾ കഷ്ടപ്പെടും. അതാണ് സത്യം. ഓക്കെ, എന്തായാലും രസമാണ്. ഇപ്പൊ കൃഷ്ണയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചേച്ചി കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ സംസാരിക്കണം. പക്ഷെ ഞാൻ ഷോർട്ടായിട്ട് പറയാം. സാഹസം കുറെ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു പടമാണ്. ഇനി അടുത്ത പടം ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപി. അത് ഭയങ്കര എല്ലാവരും അറിഞ്ഞ സിനിമയാണെന്ന് അല്ലേ, ഒറ്റക്കൊമ്പൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിത്രങ്ങൾ അഭിനയിച്ച് കയറി വരുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കട്ടെ. സന്തോഷം. അപ്പോൾ നമ്മുടെ ഓണക്കാലം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും കണ്ടസ്റ്റൻസിനെ വിളിച്ചാലോ? 36 എല്ലാവരും ആദ്യം ഒന്ന് കാണാം. ഓക്കെ, പ്ലീസ് എല്ലാവരും. എന്റെ ചേച്ചി, ഇതെന്താ സംഭവം? ഇത് അടിപൊളി സുന്ദരികൾ വെരി ഗുഡ്, ഹാപ്പി. ഓണത്തിന്റെ ഫീല് നമുക്ക് കറക്റ്റ് വരുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആൻഡ് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു കോമ്പറ്റീഷൻ എന്നുള്ള അപ്പുറത്തേക്കാണ് അല്ലേ? നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫീലല്ലേ കിട്ടുന്നത് എല്ലാവരുമായിട്ട്? അടിപൊളിയായിരിക്കുന്നു. എല്ലാവരും പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? ഒക്കെ വെറൈറ്റീസ് ആണ്. ട്രഡീഷണൽ പായസം അങ്ങനെ പ്ലാനൊന്നും ഇല്ലല്ലോ, എല്ലാവരും വെറൈറ്റി അല്ലേ? അപ്പോൾ നമുക്കിനി കാര്യങ്ങൾ പറയാം അല്ലേ? ഓക്കെ, അതായത് കോമ്പറ്റീഷൻ അല്ലേ, അപ്പോൾ ചെറിയ റൂൾസൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. പിന്നെ 36 പേരുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി റൗണ്ട്സിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുമ്പോൾ 6 പേരുള്ള ടീം, 6 പേരുടെ 6 ഗ്രൂപ്പ് ഉണ്ടാകും. ലോട്ട് എടുക്കുന്നത് പ്രശ്നമായിരിക്കും. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഓരോ റൗണ്ടിൽ നിന്നും 3 പേര് വെച്ച് നെക്സ്റ്റ് റൗണ്ടിലേക്ക് വരും. സോ 18. ആ 18 പേര് 6 പേരുള്ള 3 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. വീണ്ടും ഒരു മത്സരം. അതിൽ നിന്നും നമ്മൾ വീണ്ടും 2 പേരെ വെച്ച് ഓരോ ഗ്രൂപ്പിൽ നിന്നും എടുക്കും. അപ്പോൾ 6 പേരാകും. അവരാണ് ഫൈനലിസ്റ്റുകൾ. ആ 6 പീപ്പിൾ, ആ 6 പേരായിരിക്കും മത്സരിക്കുക. അതിൽ നിന്നും 1ാം സമ്മാനം, 2ാം സമ്മാനം ആൻഡ് 3ാം സമ്മാനം. ബാക്കി 3 പേരും ഫൈനലിസ്റ്റുകളായിട്ട്. അതാണ് അവരുടെ അംഗീകാരം. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെയാണ് അല്ലേ? അഗ്രീഡ്. സന്തോഷം. അപ്പോൾ നമുക്കിത് തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ പേര് വിളിക്കുമ്പോൾ ഒന്ന് കൈപൊക്കിക്കൊള്ളണം കേട്ടോ. ഞാൻ എടുക്കുന്നു. ഫസ്റ്റ് ഓക്കെ, ഞാൻ പേര് പറഞ്ഞോട്ടെ. രജനി സുജിത്ത് ഫ്രം കണ്ണൂർ. യെസ്. ഇനി അടുത്തത് ഷബ്രീന താലിബ് കൊടുങ്ങല്ലൂർ. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ സ്പീഡായിട്ട് എടുക്കുന്നു, കാരണം വി ഹാവ് എ ലോങ് വേ. ഫാത്തിമ ഷീബ കന്യാകുമാരി. യെസ്. അടുത്തത് സുമ ജയറാം ആറ്റിങ്ങൽ. അടുത്തത് ഹസ്ന ഷക്കീർ.
മലപ്പുറം എവിടെ? ആ ഹായ്. ഓക്കെ, അടുത്തത് ആതിര ശ്രീകുമാർ, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓക്കെ. നമുക്ക് അടുത്ത ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജംഷിയ, മലപ്പുറം. താഹിറ. ഫുൾ പേജ് തുറന്നിട്ടാ പറയുന്നുള്ളൂ കേട്ടോ. താഹിറ സിദ്ദീഖ്, തലശ്ശേരി. സഹല ഫ്രം കോട്ടക്കൽ, മലപ്പുറം. അടുത്ത ഷഹന സജു, ആലപ്പുഴ. ഷീല സോമൻ, പാലക്കാട്. അടുത്ത ലക്ഷ്മി നാരായണൻ, തൃശൂർ. ലക്ഷ്മി നാരായണൻ, തൃശൂർ. ഓക്കെ. അപ്പൊ ഇത്രയും പേരാണ് അടുത്ത ഗ്രൂപ്പ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് റസിയ സി, മലപ്പുറം. അടുത്ത് പ്രസീത വി, പത്തനംതിട്ട. അടുത്ത ജാനകി പവിത്രൻ, കാലിക്കറ്റ്. അടുത്ത നസീമ അലി, ഇപ്പൊ എവിടെ സ്ഥലം? മലപ്പുറം. മലപ്പുറം. ഒരു നസീമയും കൂടി ഉണ്ടല്ലോ. ഒരു നസീം കൂടെ കേൾക്കണം. നസീമ കെ, മലപ്പുറം. നിങ്ങളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത് അല്ലേ? ഇറങ്ങിയിരിക്കുകയാ കേട്ടോ. അടിപൊളി. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം റെപ്രസെന്റ് ചെയ്യാണ് എല്ലാവരും. വെരി ഗുഡ്. അടുത്ത അശ്വതി അനൂപ്, കോട്ടയം. നിങ്ങളുടെ ഗ്രൂപ്പ് ഓർക്കുക. ഓക്കെ, ദിസ് തേർഡ് ഗ്രൂപ്പ്. ഇനി നാലാമത്തെ ഗ്രൂപ്പ് ശ്രീജ കെ ഇ, കണ്ണൂർ. കണ്ണൂർ. ഷീജ ചന്ദ്രൻ, കണ്ണൂർ. നല്ല വേവ. നല്ല ഇനി എല്ലാരും അങ്ങനെ ചെയ്യും. നോക്കിക്കോ. ഓക്കെ. അടുത്ത ഫെബീന മൻസൂർ, കാലിക്കറ്റ്. ഒരു കൈ വരട്ടെ. ആ അവിടെയാണ്. അടുത്ത മഞ്ജു പ്രവീൺ, ബാംഗ്ലൂർ. സ്മിത പി കെ, കാലിക്കറ്റ്. കാലിക്കറ്റ്. സരിത സമ്പത്ത്. സരിത സമ്പത്ത്, കാലിക്കറ്റ് അഗൈൻ. ഓഹോ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം. അടിപൊളി. ഓക്കെ, നാലാമത്തെ ഗ്രൂപ്പ് അങ്ങനെ സെറ്റ്. ഇനി 5. റൂപ മേനൻ, കാലിക്കറ്റ്. ഷാനിത എസ്, ട്രിവാൻഡ്രം. സൈഫുനിസ കെ, പാലക്കാട്. ജെസ്സി കബീർ, വാവ്, പൊന്നയൂർക്കുളം. അടുത്ത സീമ രാജേന്ദ്രൻ, തൃശൂർ. തൃശൂർ. ഓ, തൃശ്ശൂരാരെല്ലാം ഇപ്പൊ ഒന്നായോ, ഒരിടത്തായല്ലോ. ഷീജ റാണി, ട്രിവാൻഡ്രം. 5th ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങളെ ഇത്രയും ആൾക്കാർ ഇതിലെ വൻ പുലികളാണ്. 5 ടീമില് 5ാമത്തെ ടീമിൽ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നും അല്ല, പുലികളാണ്. ഇവര് പുപ്പുലികളാണോ? ഈ 4 ഗ്രൂപ്പും വിടരുതട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പേടിച്ചിട്ടാ വന്നത്. പക്ഷെ പേടിക്കണ്ട, ഇനി ആ 6 പുലിയിൽ 3 പുലിയെ ഒഴിവാക്കി. അപ്പൊ എന്റെ റൗണ്ടിൽ ഓലെ കണ്ടില്ല. അപ്പൊ ഞാൻ സമാധാനമായല്ലോ. സൂപ്പർ കേട്ടോ. 3 പുലികൾ ഇവിടെ നിന്നിട്ടേ സെഹറ പറയണ്ടായിരുന്നു, ജെസിത്താടെ ഗ്രൂപ്പ് വേണ്ട, ജെസിത്താടെ ഗ്രൂപ്പ് വേണ്ട. ഇപ്പൊ ആ ഗ്രൂപ്പിലാണോ? അല്ല അല്ല, മാറി കിട്ടി. ഇതെല്ലാം ഒരു ലക്കാണ്. ഇത് എന്തോ അറിയില്ല, ഈ പുലികളെ മാത്രം ഒരുമിച്ച് വന്നത്. അത് ഞാൻ ഈ കൈകളുടെ രഹസ്യമാണത്. ഞാൻ എടുക്കുമ്പോ അങ്ങനെ എടുക്കുള്ളൂ, ബെസ്റ്റിന് എടുക്കുള്ളൂ. ഐഷ നസീറ, കണ്ണൂർ. മർലിൻ മാത്യു, കാഞ്ഞിരമട്ടം, പാല. ഓക്കെ. മനോമണി എസ്, ട്രിവാൻഡ്രം. മനവുമോനി അല്ലേ? പക്ഷെ പറയുമ്പോ മനോമണി എന്നാണ് അല്ലേ? മനോമണി. ജാസ്മിൻ പി, കാലിക്കറ്റ്. സഹറ അർഷദ്, ആലപ്പുഴ. ആലപ്പുഴ. ദേ ഇവിടെ തന്നെ ഈ സൈഡില്. താഹിറ ഷജിലി, ചാവക്കാട്. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ മത്സരം ഇപ്പോൾ തുടങ്ങും. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഇവരെല്ലാവരും കുക്ക് ചെയ്യാൻ പോണ ഇൻഡക്ഷനിലാണ്. ഇൻഡക്ഷൻ സ്റ്റൗ ടോപ്പാണ്. കാര്യം ഇത് സ്റ്റുഡിയോ ഫ്ലോറാണ്, ഇവിടെ ഫ്ലെയിം പാടില്ല. അപ്പോൾ അതിലാണ് പല ആൾക്കാർക്കും അതത്ര ഫെമിലിയർ അല്ല. പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും 1 to 1.5 hours ആണ് ടോട്ടൽ ടൈം. മാക്സിമം ഓഫ് 1.5 മണിക്കൂർ. ഫൈൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായി കഴിഞ്ഞു. ഇനി മത്സരം തുടങ്ങുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മത്സരിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ആ ആദ്യത്തെ ഊർജ്ജം തന്നെ എപ്പോഴും വേണോ കേട്ടോ. കുറച്ച് നല്ലത് ഐഡിയ ആയിക്കോട്ടെ.
സ്റ്റാർട്ടിങ് അതിലെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ 6 കണ്ടസ്റ്റൻസ് അതെ റെഡി. ചേച്ചി ഓണം മൂഡിന്റെ തുടക്കമാണ് ഇത്. തുടക്കമാണ്. അടിപൊളി ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ടിങ്. അപ്പം നിങ്ങൾ തുടങ്ങാൻ പോകും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തരായിട്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ആൾ ഷബ്രീന ഫ്രം കൊടുങ്ങല്ലൂർ. ഓക്കെ, ഷബ്രീന എന്താ പായസം പ്ലാൻ? ഞാൻ ആൽമണ്ട് ആൻഡ് ഡേറ്റ്സ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിൽ ബസ്മതി റൈസ് കൂടെ ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. സ്ഥിരം ഉണ്ടാക്കുന്നതാണോ വീട്ടിൽ? അതെ, ഞാനൊരു ഹോം ബേക്കറാണ്. കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ. അതെ അതെ. പിന്നെ കേക്ക് മെറ്റീരിയൽസിന് നമുക്ക് ഷോപ്പും കൂടെ ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ ആൽമണ്ട്സും ഡേറ്റ്സും അതിൽ റൈസും ബസ്മതി റൈസും വരുന്നുണ്ട്. തേങ്ങാപ്പാലല്ല, മിൽക്ക് സാധാരണ അല്ലേ, പശുപാൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. രജനി സുജിത്ത്, തലശ്ശേരി. അപ്പോൾ രജനി സുജിത്ത് ഫ്രം തലശ്ശേരി കോടിയേരി. എന്താണ് രജനി? ഞാൻ ക്യാരറ്റ്, ഓറഞ്ച്, ചക്കക്കുരു വെച്ചിട്ടൊരു പായസം. ചക്കക്കുരു? അതാണോ ചക്കക്കുരു. ഞാൻ ബദാമാണെന്ന് വിചാരിച്ചു. ശരിക്കും ഞാനും അങ്ങനെ വിചാരിച്ചേ. നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ഉണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്. ഓ, അടിപൊളി അടിപൊളി. എന്നിട്ട് തേങ്ങാപ്പാല്, പഞ്ചസാര, നെയ്യുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു 1 hour തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ആളിലേക്ക് പോകാം. ഒരു ഡിഫറെന്റ് സംഭവമായിരിക്കും. എന്ത് പായസം? ക്യാരറ്റും മത്തനും വേവിച്ചിട്ട് അതുപോലെ ക്യാരറ്റിന്റെ പിടി ഉണ്ടാക്കും. കുറച്ച് കളർഫുൾ ആണല്ലേ? അത് ഡെക്കറേഷൻ ആണ് അവസാനം. നമ്മളെ മലപ്പുറത്തെ നമ്മൾ ചൊറക്കിന് വേണ്ടി കൊണ്ടുവന്നു. ആണോ? ചൊറുക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ വേർഡ് ഇങ്ങനെ പറയുമ്പോൾ. ചൊറുക്ക്. പിന്നെ ഇതിൽ കാഷ്യൂസ് ഉണ്ട്, അല്ല അത് ബദാം പേസ്റ്റ് ഉണ്ട് അല്ലേ? ശർക്കര മെൽറ്റ് ചെയ്യാനുള്ള സുഖത്തിന്. എന്നിട്ട് ക്യാരറ്റ് ഇത് കുഞ്ഞു പിടി ഉണ്ടാക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കിട്ടും എന്തെങ്കിലും എന്തെങ്കിലും നടക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ആതിര ശ്രീകുമാർ എന്താണ്? നെല്ലിക്കൂർക്ക മധുരം. ഓ, നെല്ലിക്കൂർക്ക മധുരം പായസം. എന്തൊക്കെ വരും? അപ്പോൾ നെല്ലിക്ക ഉണ്ടെന്ന് മനസ്സിലായി, കൂർക്കയുണ്ട്, തേങ്ങാപ്പാല് കേട്ടിട്ടേ ഇല്ല അല്ലേ? കൂർക്ക വെച്ചിട്ട് പായസം. ഓ, വെരി ഗുഡ്. തേങ്ങാപ്പാല്, ഇൻഗ്രീഡിയൻസും ഒരുപാടൊന്നും ഇല്ല, സിമ്പിൾ. ക്വാണ്ടിറ്റിയും കുറച്ച് ചെയ്യുന്നുള്ളൂ. എത്ര പേർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട്? ഒരു ഫാമിലി 4 പേരെങ്കിലും. ഓക്കെ, സിമ്പിൾ ആണ് പക്ഷേ വെറൈറ്റി ആണ്, തകർക്കും അല്ലേ? ഓക്കെ, ഓക്കെ, താങ്ക് യു. അദ്ദേഹം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. கன்னியாகுமரியில் ஃபாத்திமா ஷீபா. இன்னைக்கு நான் செய்கிறது வந்து கருப்பு கவுனி அரிசி வச்சு பாயசம். கருப்பு கவுனிங்கிறது வந்து முன்னாடி ராஜாக்கமாருக்கு மட்டும்தான் கொடுத்தது இந்த அரிசி. அவங்களோட ராஜா ராணி மாதிரி நீங்க ஃபீல் பண்றது நமக்கு அதுதான், அது அவ்வளோ ஸ்பெஷல். ஏன்னா அது அவ்வளோ ஹெல்த்தி. அது வந்து இப்போ ட்ரெடிஷனில் செட்டிநாட்டில், தமிழ்நாடோட செட்டிநாடு ஸ்பெஷலில் இப்போவும் கல்யாணங்களில் ஸ்பெஷலாக கொடுக்குறது உண்டு. கருத்த அரிசி. இது வந்து அதாவது ப்ளூபெറി കഴിക്കുന്നതിന് ഈക്വലന്റ് ആണ്. കഴിക്കുന്നത് അതിൽ ഉള്ള സ്പെഷ്യൽ அந்த ആന്തസൈൻ ஆன்டி ஆக்சிடென்ட் அதிகமுண்டு. கருப்பு கவனி பாயில் ரைஸ் அது வந்து அப்போ உள்ள ஹெல்த்தி ட்ரிங்க். இன்னும் நம்ம ட்ரெடிஷனில் இருக்கிற ட்ரிங்க். அதோட இப்போ உள்ள ஸ்பெஷலாக இருக்கிற அந்த ஏபிசிடி ட்ரிங்க், ஆப்பிள், கேரட், பீட்ரூட், டேட்ஸ் மிக்ஸ் பண்ணி பாயசம் மாதிரி நமக்கு ஃபீல் பண்ணுவாங்க. கரெக்ட்டா ஸ்வீட்டா இருக்கும். அதில் இது வந்து ட்ரெடிஷ்னலாக இதுக்குன்னே ஒரு ஸ்பெஷல் ஸ்மெல் இருக்கும். அதில் அதுக்கு ஒரு தனி ஃப்ளேவர் இருக்கும். அந்த ஃப்ளேவர் வந்து டாமினண்ட்டாக இருக்கும், நல்லா இருக்கும். ஃபர்ஸ்ட் முதல்ல இவ்வளோ பெரிய பிளாட்ஃபார்ம்ல நம்ம பண்ணும்போது ராஜாக்குமார் ரெசிபி ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കൃഷ്ണ നല്ല തമിഴ് പറയുന്നു, നല്ല രസമായിട്ട് പറയുന്നു. ഓക്കെ, ഞാൻ എൻ്റെ മുറി തമിഴ് കൊണ്ടുവരുന്ന പറയാൻ പറ്റില്ല. അപ്പോൾ സുമ ഫ്രം ട്രിവാൻഡ്രം. സോയാബീനും പൈനാപ്പിളും ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻ അല്ലേ? സോയ കുതിർക്കണം, റിച്ച് പ്രോട്ടീൻ ആണ്. റിച്ച് ഇൻ പ്രോട്ടീൻ. സോയ മിൽക്ക് ഒക്കെ ഇടുന്നുണ്ട്. അതെ അതെ അതെ, എക്സാക്ട്ലി.
അപ്പോൾ അതും ഈ പൈനാപ്പിളും കൂടെ ഇത് നല്ല ഫ്ലേവർ ആണ് അല്ലേ? അത് മധുരത്തിന് പഞ്ചസാരയാണോ ശർക്കരയാണോ? ശർക്കര പാനി, തേങ്ങാപ്പാലുണ്ട്. പിന്നെ ഇത് പഞ്ചസാരയിലൊന്ന് സോർട്ട് ചെയ്ത് ജാം പരുവത്തിൽ. ഏതാണ്? പൈനാപ്പിൾ. പൈനാപ്പിൾ ഫ്ലേവർ മുന്നിൽ നിൽക്കും. ഇല്ലല്ല, അത് രണ്ടും കുടിച്ച മാച്ചായി. അപ്പോൾ നമ്മളിനി കഴിച്ചിട്ട് ഫൈനലാക്കാം അല്ലേ? എന്തായാലും ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാം വ്യത്യസ്തമായ സംഭവം. ഒന്നും ഒരാളും ഒരുപോലെ അല്ല അല്ലേ? എല്ലാവരും ഭയങ്കര വെൽ പ്രിപ്പയർഡ്. അപ്പോൾ ഗംഭീരമായ ഒരു കോമ്പറ്റീഷനാണ് മുന്നേറുന്നത്. അപ്പോൾ അവരുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണു. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരുത്തരും കുക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്. അതിൻ്റെ ഒരു പ്രൊസീജിയർ അറിയാൻ പറ്റും. ആയി 1 മണിക്കൂർ സമയം. എൻ്റെ പേര് ഷബ്രീന താലിബ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്നു. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ആൽമണ്ട് ആൻഡ് ഡേറ്റ്സ് പായസമാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: പഞ്ചസാര വേണം, അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ബസ്മതി റൈസ് ഒന്ന് ക്രഷ് ചെയ്തത്, ബദാം ക്രഷ് ചെയ്തത്, ഈന്തപ്പഴം പ്യൂരിയാക്കിയത്, നെയ്യ്, ഏലക്കാപ്പൊടി, പാല്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാല് തിളച്ച് വന്ന ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് അത് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ബദാം ക്രഷ് ചെയ്തതും ചേർക്കാം. ഇനി ഈ റൈസ് ഒരു 20 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ആൽമണ്ട്സും ഡേറ്റ്സും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു പായസമാണ്. റൈസ് ഒരു 20 മിനിറ്റ് മിൽക്കിൽ കിടന്ന് കുക്കാവണം. ഇപ്പോൾ അരി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് പ്യൂരി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതൊരു ചെറുതീയിൽ 10 മിനിറ്റ് ഇട്ട് ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചെറുതീയിലിട്ട് കുറുക്കിയെടുക്കണം. ഓണമൊക്കെ ആയിട്ട് വെറൈറ്റി പായസങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പായസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇനി നമുക്ക് നെയ്യിൽ അല്പം ബദാം ക്രഷ് ചെയ്തത് താളിച്ച് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസം ഒരു ബൗളിലേക്ക് മാറ്റാം. യെസ്, ഇപ്പോൾ ഏതാണ്ടൊക്കെ ഫിനിഷിംഗ് പോയിന്റിലാണ് എല്ലാവരും. ഓക്കെ, ഇവിടെ ഡേറ്റ് സാൽമൺ പായസം എങ്ങനെ ശരിയായി വന്നു അല്ലേ? നന്നായിട്ട് എല്ലാം പായസമൊക്കെ റെഡിയായി. ഇനി ആൽമണ്ട്സ് കുറച്ച് നെയ്യിലൊന്ന് മൂപ്പിച്ചിടാനുള്ളൂ, അത്രയും കൂടെ ഉള്ളൂ. ഓക്കെ, കണ്ടിട്ട് കൊള്ളാം, അടിപൊളി. ശരിക്കും ഒരു പാൽപ്പായസത്തിന്റെ ആ ഒരു അത് മിൽക്കിലിട്ടിട്ടല്ല സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ട്. പാലൊക്കെ നല്ല കുറുകി സെറ്റ്, അടിപൊളി. നമ്മുടെ രുചികരമായ ഡേറ്റ്സ് ആൽമണ്ട് പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പായസം ബൗളിലേക്ക് മാറ്റി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രജനി സുജിത്ത്, തലശ്ശേരി കോടിയേരി നിന്നാണ് വരുന്നത്. ഞാനൊരു വ്യത്യസ്തമായ ഒരു പായസമായിട്ടാണ് വരുന്നത്. ഓറഞ്ച് ചക്കക്കുരു വെച്ചിട്ട് ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ക്യാരറ്റ്, ഓറഞ്ച്, ഇത് ചക്കക്കുരു, ഇത് ഏലക്കാപ്പൊടി, ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പശു നെയ്യ്, ഉപ്പുപൊടി, പഞ്ചസാര. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് വഴറ്റണം.
ഇനി ഇതിലേക്ക് നമുക്ക് 3-ാം പാല് ചേർത്ത് ഇതൊരു 3 വിസിൽ അടിയണം. നമ്മൾക്കിത് ചൂടാറിയ ശേഷം അരച്ചെടുക്കണം. നമുക്കിതിൽ തന്നെ പശു നെയ്യ് ഒഴിച്ചിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്ത് കൊയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മുന്തിരി നമുക്ക് കൊയ്തെടുക്കാം. മുന്തിരി ഇതിലേക്ക് ചക്കക്കുരു ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒരു പായസത്തിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടണത്. ഇപ്പം നമ്മളിത് വറുത്ത് ഇതായിട്ടുണ്ട്. ഇത് ഓറഞ്ചാണ്, ഇതിന് കയ്പും പുളിപ്പും എല്ലാം ഉണ്ട്. ഇതിനിപ്പോൾ നമുക്കിത് പശു നെയ്യിൽ ഇത് നല്ലോണം വയറ്റി ഇതിൻ്റെ പുളിപ്പും കയ്പെല്ലാം കളഞ്ഞ് എടുക്കണം. ഇതിൻ്റെ നാരും എല്ലാം കളഞ്ഞിട്ട് അല്ലി മാത്രമേ എടുക്കുള്ളൂ. ഇതിലേക്ക് നമുക്കിനെ കുറച്ച് പഞ്ചസാര ഇട്ടു. ഇത് ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പശു അരച്ചു വെച്ച ക്യാരറ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ അരച്ചു വെച്ച ക്യാരറ്റാണ്. അതൊന്ന് ലേശം പശു നെയ്യിൽ ഒന്നും കൂടി ഇട്ട് വയറ്റിയിട്ട് നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കും. ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആദ്യത്തെ പാലും കൂടി ചേർക്കണം. നമ്മൾ ഇത് ഓറഞ്ച് വയറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചക്കക്കുരു, അതെ, ഓറഞ്ച് ക്യാരറ്റ്, നല്ലൊരു അല്ലേ, പൈനാപ്പിളിന്റെ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. യെസ്, കളർ ഒരു നല്ലൊരു യെല്ലോ കളറും ചക്കക്കുരു ഒക്കെ അതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞല്ലേ. ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിൽ വറുത്തിട്ട്. ഇനി എന്തല്ല ബാക്കി? എല്ലാം കഴിഞ്ഞു. ഇല്ല, എല്ലാം കഴിഞ്ഞു. നമ്മൾ കഴിച്ചാൽ മതി. ഓക്കെ, നന്നായി വന്നല്ലോ അല്ലേ? ഹാപ്പി. ആയി. ഓറഞ്ച് ക്യാരറ്റ് പായസം തയ്യാറായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ലാസ്റ്റ് പായസത്തിൻ്റെ ഇതെല്ലാം ഇതായി. ഇനി ഡെക്കറേഷനൊക്കെ ചെയ്യണേ. ഇനി ഇതിൻ്റെ വിന്നറാവാൻ വേണ്ടി നോക്കാം. നമ്മളെ ഓറഞ്ച് ക്യാരറ്റ് ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. ഹലോ, ഹായ്. ഞാൻ അസ്ന സക്കീർ, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. അതും മത്തനും ക്യാരറ്റും വെച്ചിട്ട് വേവിച്ചുടച്ചിട്ട് തേങ്ങാപ്പാലും ഫ്ലേവറും അതുപോലെ തന്നെ സാദാ പാലൊക്കെ ചേർത്തിട്ട് ബദാം കുതിർത്തരച്ചതും ചേർത്തിട്ടുള്ളൊരു പായസമാണ്. ക്യാരറ്റ് മത്തങ്ങ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാനുള്ളത്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബദാം കുതിർത്തരച്ചത്, കാഷ്യൂ മൂപ്പിച്ച് ചേർക്കാൻ കാഷ്യൂ, കിസ്മിസ്, ബദാം. ഇത് തേങ്ങാപ്പാലാണ്, ഇത് പശുവിൻ പാൽ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഉണ്ട്. ആദ്യം തന്നെ ക്യാരറ്റും മത്തനും ഇത് കട്ട് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പാല് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്താറിയതിന് ശേഷം ഈ മത്തങ്ങയും ക്യാരറ്റും നമുക്കൊന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അല്പം ശർക്കര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ നല്ല പശുവും പാലുണ്ട്, ഏകദേശം 2 കപ്പോളം വരും. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ശർക്കരയും പാലും നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറുകി വരണം. ഇതിൽ നിന്ന് 2-3 ക്യാരറ്റിൻ്റെ പീസ് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ മാറ്റി വെക്കണം. ഇനി ഈ ബാക്കിയുള്ള ഈ ഒരു ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനി ഈ പാത്രത്തിൽ നെയ്യ്, അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് ചൂടായി വന്നപ്പോൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. ഇനി ഈ നെയ്യിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം,
ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി അല്പം കിസ്മിസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂം കിസ്മിസും ബദാമൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, അതും മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ നെയ്യ് ചൂടാക്കി വെച്ചതിലേക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഈ നെയ്യിലൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള പാലും ശർക്കരയും ഉള്ള പായസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളതാട്ടോ. മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി നല്ലതായിട്ട് ചുടുവെള്ളത്തിൽ വാട്ടിയെടുക്കാം. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുത്തി ഉടച്ച് മാവ് റെഡിയാക്കിയെടുക്കാം. ഈ പിടി ഉണ്ടാക്കിയത് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വേവിച്ചെടുക്കാം. വേവിച്ച് വെച്ച പിടി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള പാലും ശർക്കര മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി നേരത്തെ മത്തങ്ങ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതിന് ശകലം കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെ ഈ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കുറച്ച് പാലും മിക്സ് ചെയ്തിട്ട് കുറുക്കി എടുക്കുന്നുണ്ട്. പായസത്തിൻ്റെ മിക്സിലേക്കും ചേർത്ത് കൊടുക്കും. ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഞാൻ അല്പം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മത്തങ്ങ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ഒരല്പം ഏലക്കാപ്പൊടി തൂക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് മത്തങ്ങയും ക്യാരറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ മിക്സ് നന്നായിട്ട് കുറുകി വന്നപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുത്ത് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പായസം ക്യാരറ്റ്, പിന്നെ മത്തൻ അല്ലേ? മത്തനും ബദാമും. കൊള്ളാലോ, മഹാബലി അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലേ? സന്തോഷം. ഓ ഹാപ്പി അല്ലേ മഹാബലി. ഞാനിത് കഴിയില്ലാന്ന് വിചാരിച്ചിരുന്നു. ഞാൻ കൊണ്ടുവന്ന കുക്കറ് വിസിൽ വന്നില്ല. കുക്കർ പുതിയതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണ. ചേച്ചി എന്നെ സഹായിച്ചുകൊണ്ട് എൻ്റെ കുക്കർ ഓരോ കുക്കറിൽ വിസിൽ വന്നു. യെസ്, വെരി ഗുഡ്. പ്രസന്റേഷൻ എല്ലാം നന്നായിട്ടുണ്ട്. ലുക്കിംഗ് നൈസ്. വിൽ ടേസ്റ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ആയിക്കോട്ടെ. ഓക്കെ, ശരി, നടക്കട്ടെ. എൻ്റെ പേര് സുമ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഇന്നിവിടെ സോയാബീൻ ആൻഡ് പൈനാപ്പിൾ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോയാബീൻ, പൈനാപ്പിൾ, ശർക്കരപ്പാനി, ചവ്വരി, ഏലക്കാപ്പൊടി, തേങ്ങാപ്പാൽ, നെയ്യ്, കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, പഞ്ചസാര. നമുക്ക് സോയ കുക്കറിലൊന്ന് സ്റ്റീം ഇട്ടെടുക്കാം. ഇത് ഏകദേശം കുക്കായി എന്ന് തോന്നുന്നു. 2-3 കുക്കായിട്ടുണ്ട്. നമുക്കിത് തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. ശർക്കര പാനിയാക്കാം. ഇത് ഏതാണ്ട് കുക്കായി. നമുക്ക് തണുത്ത ശേഷം അരിച്ചെടുക്കാം. ഇനി നമുക്ക് ചൗരി ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതീയിലാണ് ചൗരി വേവിച്ചെടുക്കേണ്ടത്. ശർക്കര പാനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് പൈനാപ്പിൾ ഒന്ന് വരട്ടിയെടുക്കാം. പഞ്ചസാര ഇട്ട് പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനൊന്ന് അരച്ചെടുക്കണം. സോയ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം വയ്ക്കാനായിട്ട് തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ഈ സോയ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കാം. കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് സോയയുടെ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കും.
കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുക. 2 പാൽ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് പറ്റണം. നമുക്ക് പൈനാപ്പിൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തീ കുറച്ചിട്ട് പാലൊഴിക്കാം. 1 പാൽ ഒഴിച്ചേ. മധുരം ബാലൻസ് ചെയ്യാൻ വരുന്നുള്ളൂ ഉപ്പിടാം. 1 സ്പൂൺ പഞ്ചസാര ഇടാം. തേങ്ങാക്കൊത്ത് വറുത്തിടാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്. ഓക്കേ, ഇവിടെ എന്തായിരുന്നു? സോയാബീൻ പൈനാപ്പിൾ വിത്ത് പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവർ ആയിരിക്കും സോയയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ നിൽക്കാൻ പോവാ? അത് മാഡം പറഞ്ഞാൽ മതി. അത് അവസരം നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താ വിചാരിക്കുക? എന്തായിരിക്കും മനസ്സിൽ യുവർ കോൺസെപ്റ്റ് എന്താണ്? പൈനാപ്പിളും കുറച്ച് മുന്നേ പൈനാപ്പിൾ നിൽക്കണം. ഓക്കെ, അതാണ് ടേസ്റ്റ്. ഓണത്തിനൊക്കെ കുറച്ചുകൂടെയൊക്കെ വയ്ക്കാനുണ്ട്. കുഴപ്പമില്ല, സമാധാനമായിട്ട് ചെയ്തോളൂ. നമ്മുടെ സോയ അതിൻ്റെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉരുളിയിലോട്ട് സെർവ് ചെയ്യാം. ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പായസമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ്. பேர் ஃபாத்திமா ஷிபா, கன்னியாகுமரியிலேருந்து வரேன். கருப்பு கவுனி அரிசி வச்சு பாயசம் செய்ய போகிறேன். அது நம்ம எப்படி செய்கிறதுன்னு பார்க்கலாம். ஃபர்ஸ்ட்டு வந்து கருப்பு கவுனி அரிசியை ஒரு 10 மணி நேரம் ஊற வச்சு இப்படி ஒன்றும் பாதியமாக குறைன்னு அரைச்சி எடுத்து வச்சுருக்கேன். அதை வந்து அந்த கோஸ் பேஸ்ட்டை அரைச்சதை வந்து ஒரு குக்கரில் போட்டுக்கலாம். அது கூட ஒரு 3 டேபிள் ஸ்பூன் சிறுபருப்பு நல்லா கழுவி காய வச்சு வச்சுருக்கேன். அதை போட்டுக்கலாம். அதோட 3ஆம் தேங்காய் பால். இது கூட இந்த கவுனி அரிசி ஊற வச்ச தண்ணியை கொஞ்சம் சேர்த்துக்கலாம் தேவைப்பட்டால். தண்ணியோட அளவு அரிசி 1 கப் இருந்தால் குறைஞ்சது ஒரு 4 கப் தண்ணி இருக்கணும், இல்லைன்னா அடி பிடிக்கும். ஒரு விசில் வந்துடுச்சு. அப்போ நம்ம வந்து தீயை குறைச்சி வச்சு ஒரு 10 நிமிஷம் அப்படி வச்சு எடுக்கலாம். அப்போ தான் அது நல்லா வேகும். இது நான் பிளேட்டிங்காக பப்படத்தை வச்சு ஒரு பிளேட்டிங் டிசைன் பண்ணுறதுக்காக இது பப்படத்தை அதே அளவு அந்த நீங்கள் எந்த கப்பில் சர்வ் பண்ணுறீங்களோ அந்த கப்போட அளவுக்கு பப்படத்தை கட் பண்ணி எடுத்துக்கோங்க. அங்கங்கே அப்படியே ஹோல் போட்டு எடுத்துட்டோன்னா பார்க்க கொஞ்சம் நல்லாயிருக்கும். இந்த மாதிரி ஒரு பேட்டர்னில் நம்ம செஞ்சு வச்சுக்கலாம். இப்போ இது 10 நிமிஷம் ஆயிடுச்சு. இதை கொஞ்சம் எடுத்து அப்படியே தனியாக அந்த ப்ரெஷர் போகிற வரைக்கும் வைக்கலாம். அந்த டைமில் நம்ம வந்து கருப்பட்டியை பாகு காய்ச்சிக்கலாம். இப்போ ஒரு பாத்திரத்தை வச்சு அதில் நம்ம கருப்பட்டியை போட்டுக்கலாம். அது கூடவே ஃபஸ்ட்டு கொஞ்சம் தண்ணி, ஒரு 1/4 கப் தண்ணி விட்டுக்கோங்க. கருப்பட்டி நல்லா இளகுனதும் அதை வந்து ஃபில்டர் பண்ணி வச்சுக்கலாம். கொஞ்சம் நெய் விட்டுட்டு முந்திரி, திராட்சை, நம்ம போட வேண்டிய கேரட் இது எல்லாத்தையும் வதக்கி எடுத்துடலாம். கொஞ்சம் ஃபஸ்ட்டு கேஷ்யூ போட்டு வறுத்து எடுத்துக்கலாம். ஃபஸ்ட்டு கொஞ்சம் முந்திரி போட்டுக்கலாம். அதை தனியாக வறுத்து எடுத்துடலாம். இப்போ இதில் கொஞ்சம் கேரட்டு தீயை ரொம்ப கம்மியாக வச்சு லைட்டாக ஒரு 2 செகண்ட் வறுத்து எடுத்துட்டா போதும். அப்புறமா அதுலேயே கொஞ்சம் பீட்ரூட்டு, அந்த ரா ஸ்மெல் போன உடனே பீட்ரூட்டை எடுத்துங்க. அந்த கட் பண்ணி வச்சுக்கிற ஆப்பிளை போடுங்க. லைட்டாக குக் ஆனதும் எடுத்துடலாம். நம்ம விட்டு பால் எல்லாம் அப்படியே இழுத்து கரெக்டாக வெந்திருக்கு. இந்த மாதிரி மேஷ் ஆகிற ஸ்டேஜில் வெந்திருக்கணும். இப்போ நம்ம எடுத்து வச்சுக்கிற கருப்பட்டி பாகை விடலாம். கருப்பட்டி பாகு விட்டதும் அந்த கலரே மாறிடும்.
இந்த ஸ்டேஜில் கொஞ்சம் பாதாமை அரைச்சி ஊற வச்சுருக்கேன். அது வந்து ஒரு டேஸ்ட்டுக்காக விடுறேன். இது நீங்கள் விருப்பம் இருந்தால் விடலாம், இல்லைன்னா ஸ்கிப் பண்ணிக்கலாம். இந்த ஸ்டேஜில் நம்ம வச்சுருக்கிற பீட்ரூட்டு, கேரட்டு, நட்ஸு. இப்போ இந்த பீட்ரூட் சேர்க்கறதுனால அந்த கலர் வேற ஒரு கலருக்கு மாறும். அப்புறம் ஏலக்காய் பொடி, ஆப்பிள். இதில் நான் பாதி ஆப்பிள் அதில் சேர்த்துருக்கேன், பாதி ஆப்பிள் லாஸ்ட்டாக மேலே போட்டு விடலாம். கருப்பு கவுனி அரிசி பாயாசம் முடிஞ்சு எல்லாம் கம்ப்ளீட்டாக எனக்கு நல்ல திருப்தியாக இருக்குது. நல்ல டேஸ்ட் பண்ணி என்னது வேணும் டேஸ்ட் பண்ணி போட்டுட்டு கொஞ்சம் டெக்கரேஷன் ABCD ഇത് പണ്ട് ട്രഡീഷനും ഇപ്പോഴത്തെ ട്രെൻഡും ആയിട്ട് മിക്സ് ചെയ്തു. രാജാവിന്റെ കാലത്ത് സംഗതികളും റെഡിയാണ്, ഞങ്ങൾ റെഡി. താങ്ക്സ്. എനിക്ക് കൃഷ്ണയുടെ തമിഴ് കേട്ടിട്ട് കൊതി വരുന്നു സംസാരിക്കാൻ. തമിഴ്. பப்படத்தை ஃப்ரை பண்ணி எடுக்கலாம். நெய் இல்லை எண்ணெய் விட்டுக்கோங்க, பொரிச்சு எடுத்துக்கலாம். அவ்வளோதான். இனி வந்து நம்ம பிளேட்டிங் பண்ணிடலாம். நம்ம பாயசம் ரெடி ஆகிடுச்சு. இப்போ நம்ம ப்ரெசன்டேஷன் எப்படி பண்ணுறதுன்னு பார்க்கலாம். ഞാൻ ആതിര ശ്രീകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം നെല്ലിക്കൂർക്ക പായസമാണ്. അപ്പോൾ അതിന് കുറച്ച് ചേരുവകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നെയ്യ്, കിസ്മിസ്, ചവ്വരി ഒരു ഹാഫ് ബോയിൽ ചെയ്തത്, അതോടൊപ്പം തന്നെ നമ്മുടെ കൂർക്ക പുഴുങ്ങി നമ്മുടെ ശർക്കര പാനിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ ഇത് തേങ്ങയുടെ 3-ാം പാലും 2-ാം പാലും 1-ാം പാലുമാണ്. ശർക്കര പാനി, പിന്നെ നമ്മുടെ നെല്ലിക്ക, കാട്ടു നെല്ലിക്ക, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പായസം ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ചുക്ക് പൊടിയാണ്, അതോടൊപ്പം തന്നെ ഏലക്ക ഇതൊന്ന് ചതച്ച ഏലക്കയാണ്, ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായതാണ്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി അതിലേക്ക് നമ്മുടെ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ ചൂടായ പാത്രത്തിൽ തന്നെ നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന തേങ്ങ കൊത്തുകൂടി വറുത്ത് കോരാം. പുഴുങ്ങി ശർക്കരയിൽ ഒന്ന് ക്രഷ് ചെയ്തിരിക്കുന്ന ഈ കൂർക്ക നമുക്ക് ഈ നെയ്യിൽ തന്നെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സായി വരുന്നവരെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. മധുരമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചവ്വരിയാണ് വേവിച്ച് വെച്ചിരുന്നത്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 3-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ 3-ാം തേങ്ങാപ്പാലിൽ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2-ാം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കാട്ടു നെല്ലിക്കയും കൂർക്കയും ഗ്രേറ്റ് ചെയ്ത് നെയ്യിൽ ഒന്ന് വരട്ടിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 2-ാം പാലും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ചുക്കുപൊടിയും ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂർക്ക എന്തായിരുന്നു പേര് പറഞ്ഞത്? നെല്ലിക്കൂർക്ക. പേര് വളരെ ക്യൂട്ട് അല്ലേ, നെല്ലിക്കൂർക്ക. നെല്ലിക്കൂർക്ക മാത്രം. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമുള്ള ഒരു കിഴങ്ങാണ്. എനിക്കും ആണല്ലേ? കൂർത്തിയൊക്കെ വെച്ച് പായസത്തിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കൂർക്ക പായസം. ഹാപ്പിയാണോ? ഫൈനൽ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. അത് ഓക്കെ. 1-ാം പാല് ചെറുതായി ചൂടാവുന്നതും
നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസ് കൂടി ഒന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെല്ലിക്കൂർക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഈസ്റ്റേൺ മധുരം പായസറാണി മത്സരത്തിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പിൻ്റെ മത്സരമാണ് നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്, ടേസ്റ്റിംഗ് റൗണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് വിളിക്കാം അല്ലേ? ആതിര ശ്രീകുമാർ പ്ലീസ് കം. നെല്ലിക്കുർക്ക പായസം കഴിക്കാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആകാംക്ഷ തോന്നുന്നു. പക്ഷേ ആണ് കുറച്ച് പായസം കുടിക്കാം ഇത് കാര്യമായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കൺസിസ്റ്റൻസി ഞാൻ സത്യത് ഞാൻ കഴിച്ചിട്ടില്ല കൂർക്ക പായസം. കടിക്കാൻ കിട്ടുന്നത് നെല്ലിക്ക ഫസ്റ്റ് കൂർക്കയുടെ ഇങ്ങനെ ചൗവരി ഉണ്ടോ? ചൗവരി ഒരു സ്പൂൺ ഇട്ടായിരുന്നു. ചൗവരി ഉണ്ട് അല്ലേ? ഒരു സ്പൂൺ കടിക്കാൻ കിട്ടിയ ചൗവരിയായിരുന്നു. നെല്ലിക്ക ഉണ്ട്. അതെ, ചൗവരി ആയിരിക്കും. നൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി മനസ്സിലായില്ല, ഡിഫറെൻറ്റ്. നൈസ് കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കൂർക്ക വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കുന്ന അടിപൊളി ഐറ്റം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഇസ് ഫാത്തിമ ഷിബ. ഇതാണ് നമ്മുടെ രാജാവും റാണി. நான் வச்சிருக்க பேரு ராயல் அமிர்தம். ராயல் அமிர்தம் എന്നാണ് പായസം. அமிர்தம் அளவுக்கு அதில் ஹெல்த் இருக்கு. പിന്നെ അതുപോലെ ராயல் அது ஜஸ்ட் பிரேக் பண்ணிட்டு கிரம்பிளே மாதிரி பிரேக் பண்ணிட்டு எடுக்கிறது. പൊട്ടിക്കട്ടെ? அவனு பொட்டிக்க ஜஸ்ட் അല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. இந்த பப்படம் வந்து ஆப்பளம் வந்து அச்சு போட்டு அது கிரம்பிளே மாதிரி இப்படி பிரேக் பண்ணி சாப்பிடுற மாதிரி. எப்படி இருக்குன்னு நல்லா இருக்கேன். யாரும் அறியாத കുറച്ച് തമിഴാണ്. தமிழ் பேச படிச்சு நல்லா இருக்கு. தேங்க் யூ. அமிர்தம் மாதிரி இருக்கு. தேங்க் யூ. அமிர்தம். தேங்க் யூ. നെക്സ്റ്റ് വിളിച്ചാലോ? വിളിക്കാം. സുമ ജയറാം. സോയ പൈനാപ്പിൾ നോക്കാം അല്ലേ? കണ്ടിട്ട് നല്ല രസമുണ്ട്. പൈനാപ്പിൾ ആണോ? പൈനാപ്പിൾ അതിന് ടെക്സ്ചർ കൊടുക്കുന്നത് സോയാണെന്ന് തോന്നുന്നു അല്ലേ? ആൻഡ് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്, ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവറാണ്. അതങ്ങനെ വെച്ചത് അതിനൊരു ചവർപ്പുണ്ട് ഈ സോയയ്ക്ക്. അത് ഉണ്ടാവാതിരിക്കാനാണ്, അത് ഗെറ്റ് ഓവർ ചെയ്യാനാണ് ഇത് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തത് അല്ലേ? നൈസ്, വെരി നൈസ്. എല്ലാവരുടെ പായസവും നല്ലതാണ്. ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് എക്സലൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷബ്രീന പ്ലീസ്. അപ്പോൾ സബ്രീനയുടെ പായസം നമ്മൾ ആൽമണ്ട്, ഓക്കെ, ആൻഡ് കൊച്ചു റൈസ്. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയ ഒരു പായസമാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആക്ച്വലി പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ബസ്മതി റൈസ്. Let us see. Yummy. Very nice. അടിപൊളി. ഗുഡ്. മധുരം എന്തായിരുന്നു? പഞ്ചസാര? പഞ്ചസാര. പിന്നെ ഡേറ്റ്സിൻ്റെ ഉണ്ടല്ലോ. ഡേറ്റ്സിന്റെ പക്ഷെ അങ്ങനെ ഒരുപാടില്ല തോന്നുന്നു. ഡേറ്റ്സ് കുറവാണ്. അല്ലെങ്കിൽ സാധാരണ ഡേറ്റ്സ് ഒക്കെ ചേർത്താൽ ഭയങ്കര കളർ മാറുമല്ലോ. ഭയങ്കര ഡാർക്ക് കളർ ഡേറ്റ്സ് ആയിരുന്നില്ല. കൊള്ളാം. പക്ഷെ മധുരം കുറച്ചുകൂടെ ആവായിരുന്നു എന്നൊരു തോന്നല്.
കുറച്ചതായിരിക്കും അല്ലേ? മധുരം കുറവിൻ്റെ ആളായതുകൊണ്ട് കുറച്ച്. ഓക്കെ, താങ്ക് യു. രജനീസ്. ചക്കക്കുരു, അതാണ് ഹൈലൈറ്റ്. യെസ്, ദാറ്റ്സ് എ ഹൈലൈറ്റ്. ഗ്രേറ്റഡ്. സാധാരണ ബദാമൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, മേളിൽ എന്താണ് വറുത്തിട്ടിരിക്കുന്നത്? അത് തന്നെയാണ് അല്ലേ? എന്തൊക്കെയായിരുന്നു ഇത്? ചക്കക്കുരു, ഓറഞ്ച്, ക്യാരറ്റ്. എക്സലൻറ്റ്, വെരി നൈസ്. വളരെ ചക്കക്കുരു നല്ല ഫ്ലേവർ. ഇറ്റ്സ് വെരി നൈസ്, വെരി റിച്ച് ആയിട്ട് തോന്നും. കാഴ്ചയിലും കളർ വൈസ് ഗംഭീരം. ഓക്കെ, താങ്ക് യു. ആൻഡ് ലാസ്റ്റ് ഈ റൗണ്ടിൽ ഹസ്ന സക്കീർ. യെസ്, ഹസ്ന പ്ലീസ്. മത്തങ്ങ തീം മത്തങ്ങയിൽ തന്നെ കൊണ്ടുവരുന്നു. എക്സലൻറ്റ്, ഗംഭീര പ്രസന്റേഷൻ. യെസ്. പേരിട്ടതന്നെ പംകിൻ പോട്ട് പായസം. പംകിൻ പോട്ട് പായസം. ഇതിൽ മത്തങ്ങയുണ്ട്, അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ്, പിന്നെ ബദാം കുതിർത്ത് ചേർത്തിട്ടുണ്ട്, പിന്നെ പിടി ക്യാരറ്റും അരിപ്പൊടിയും. ഓ, അപ്പോൾ അതിനകത്ത് പീസസ് ഉണ്ടാവും. ഓക്കെ, ക്യാരറ്റ് കുറച്ച് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലേ പിടിയായിട്ട്? പിടി ഉണ്ട് അതിൽ. ഇതൊക്കെ ആയിരിക്കും അല്ലേ? ആണോ? നൈസ്, കൊള്ളാം. ഒരു മധുരം കുറച്ച് കുറവായിട്ട് തോന്നുന്നു. മധുരം അല്ലേ? പക്ഷേ മധുരം കുറച്ച് കുറവാണ്. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചതാണോ? അല്ല, ഇതിൽ മധുരത്തിന് ചേർത്തിരിക്കുന്നത് ശർക്കരയും പഞ്ചസാര ഒട്ടും ചേർത്തിട്ടില്ല. ശർക്കര. ഓക്കെ, ടേസ്റ്റ് ചെയ്തോ? കുറച്ച് നേരത്തെ ചെയ്തിരുന്നു. കുറച്ച് നമുക്ക് തോന്നിയതാണോ അല്ലേ? നമ്മുടെ പായസം കുറച്ചും കൂടി മധുരമാവായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് റൗണ്ടെല്ലാം കഴിഞ്ഞു. എല്ലാവരുടെയും സ്വാദ് നോക്കി. എല്ലാം വളരെ നല്ല പായസമായിരുന്നു അല്ലേ? എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ആദ്യമേ നമ്മൾ രണ്ടാളും പറഞ്ഞു, നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ ഇന്നോവേഷന് അപ്പുറത്തേക്ക് സ്വാദായിരിക്കും ഇതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ. കാര്യം അതിലാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ മധുരം അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു എന്തായാലും ഞങ്ങൾക്ക് 3 പേരെ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. സോ ഞങ്ങളൊരു രണ്ടാളും ഒന്നിച്ചുള്ള തീരുമാനങ്ങളാണ്. എന്താണെങ്കിലും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു അതെ, ഒരു തീരുമാനം എടുത്തു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരെയും എല്ലാ റൗണ്ട്സിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വാട്ട് ടു ഡു, അതൊരു കോമ്പറ്റീഷൻ. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ പറയാം, ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു 3 ആൾക്കാരുടെ പേര് പറയാം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയില്ല, 3 പേരെ. അതെ, കാര്യം ഇത് അടുത്ത റൗണ്ട് ഉണ്ടല്ലോ, ഇനി അതിൻ്റെ അടുത്ത റൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ, ഇത് നിങ്ങളുടെ തന്നെ ഇഷ്ടത്തിനുള്ള റെസിപ്പീസാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ പെർഫോമൻസിൻ്റെ ബേസിസിൽ മാത്രമാണ്. അത് ഓരോ ദിവസം ഓരോ ഡിഫറൻസ് ഉണ്ടാകും. ചിലപ്പം നിങ്ങളുടെ തന്നെ ലക്കി ഡേ ആണെങ്കിൽ ഏറ്റവും എക്സലൻ്റ് ആകാം, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, സോ ഇതിലിപ്പോൾ പറഞ്ഞോളൂ. ഞാൻ പറയാം. ഓ യെസ്. ആതിര ശ്രീകുമാർ, ഫാത്തിമ ശിവ, സന്തോഷം. 3ാമത്തെ ആള് രജനി സുജിത്. അങ്ങനെ 3 പേരാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും അടുത്ത ഇതിലേക്ക് സെലക്റ്റഡ് ആയത്. എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരാരും മോശമായിട്ടൊന്നും അല്ല. നിങ്ങളുമൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങളായിരിക്കും, വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ്. അതിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വെൽ ഡൺ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും ഇതും ആരും പോകരുത്. നിങ്ങളെ അവസാനം വരെ ഞങ്ങൾക്ക് കാണണമെന്നുണ്ട്. ഇനി അടുത്ത റൗണ്ടും അതിൻ്റെ അടുത്ത റൗണ്ടും ഫിനാലയിലും എല്ലാവരും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ, അതായത് ഇപ്പോൾ എല്ലാ 6 പേർക്കും ഈസ്റ്റേൺ മധുരം എന്ന് പറയുമ്പോൾ അതിൽ പരിപ്പ് പായസം, പാലട പായസം,
സേമിയ പായസം, ഗോതമ്പ് പായസം. ഇത്രയും പായസത്തിൻ്റെ റെഡി മിക്സാണ്. 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ മാത്രം മതി ഉണ്ടാക്കാൻ. ജസ്റ്റ് ആഡ് മിൽക്ക് ആൻഡ് ഓയിൽ. അപ്പം നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം ഇത് വെച്ചിട്ട് തന്നെ കെങ്കേമാക്കുക, ഈസ്റ്റേൺ മധുരം കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് അത് തരുന്നു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നിങ്ങളുടെ ഫൈനൽ എല്ലാവർക്കും വേറെയും സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് ഫൈനൽ ഫിനാലയിൽ എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ടു കം. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരായിട്ട് വന്നാൽ നമ്മുടെ ഈസ്റ്റേൺ മധുരം പായസറാണി മത്സരത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാടുണ്ട്. നമ്മൾ 10 എപ്പിസോഡാണ് ഇത് ടോട്ടലായിട്ട്. അപ്പോൾ ഇന്ന് 6 പേരെ നിങ്ങൾ പരിചയപ്പെട്ടു. എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൽ ഏത് പായസം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓണത്തിന് പായസമാക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഇവരെല്ലാവരും തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം വെറൈറ്റിയാണ്. അതുകൊണ്ട് ട്രൈ ഔട്ട് ചെയ്യുക പ്ലീസ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ബാക്കി 6 മത്സരാർത്ഥികളുടെ മത്സരം കാണാം. Thank you. Bye. Gift sponsored by UTNSL, Slice, Stir and Serve, The Kerala Handlooms, Balaramapuram, Trivandrum, Dr. Lakshmi Nayar's Ornaments Courtesy, Abharanam by Anuradha Nayar, Ace Fort, Trivandrum, Dr. Lakshmi Nayar's Costume Courtesy, The Kerala Handlooms, Balaramapuram, Trivandrum.